ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്റ്റേക്കേഷൻ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളെവിടെയാണ് പോകുന്നത്? കോവളത്ത് പോവുകയാണ്. കോവളം ബീച്ച് റിസോർട്ടിലാണ് നമ്മുടെ സ്റ്റേ ഉള്ളത്. അപ്പോൾ ഒരു 3 ദിവസത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളൊരു രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഉച്ചയോടുകൂടി എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ ഒരു 2 മണിയൊക്കെ ആയപ്പോൾ നമ്മളവിടെ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നു. അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ലോബിയിലിരിക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ റൂമിലേക്ക് പോകും. അപ്പം കുറച്ച് നേരം സൊഹാൻ അവിടെ മീൻ ഫിഷ് ടാങ്കിൽ ഫിഷിന് ഇട്ട് വെച്ചിരിക്കുന്നത് കണ്ടിട്ട് കുറച്ച് നേരം നോക്കിയിരുന്നു. പിന്നെ നമ്മൾ സ്റ്റാഫ് റൂമിലേക്ക് കൊണ്ടുപോവാണ്. ഇവിടെ വലിയ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ റൂമിലൊക്കെ ആളുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ ഭയങ്കര റഷൊന്നുമില്ല. പിന്നെ എന്താ വെക്കേഷൻ ടൈം അല്ലാത്തതുകൊണ്ട് നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ അതിന് മുമ്പായിട്ട് വന്നതാണ്. വെക്കേഷൻ ആകുമ്പോൾ പിന്നെ കുറച്ച് തിരക്കാവുമല്ലോ. അപ്പോൾ ഒരു 3 ദിവസം നമുക്ക് ചില്ല് ചെയ്ത് എൻജോയ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്പേസ് തന്നെയായിരുന്നു. കോവളം ബീച്ച് റിസോർട്ടാണ് കേട്ടോ. അപ്പം കോവളം ബീച്ചിൻ്റെ തൊട്ട് പുറകിലായിട്ട് തന്നെയാണ് റിസോർട്ട്. അപ്പോൾ നമ്മൾ ഒന്ന് സെറ്റായിട്ട് ഫുഡൊക്കെ ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് എല്ലാവരും ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് ഓർത്തു. ഇത്ര നേരം ട്രാവൽ ചെയ്തല്ലേ, എന്നിട്ട് നമ്മൾ എങ്ങോട്ടെങ്കിലും പോയി ഒന്ന് ചില്ലൊക്കെ ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പം വെളിയിലേക്ക് ഇറങ്ങി ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ റിസോർട്ടൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് ചുറ്റിക്കാണാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇറങ്ങി കേട്ടോ. അങ്ങനെ നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ച് തരാം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമും കാര്യങ്ങളും ബാത്റൂമൊക്കെ അടിപൊളിയാണ്, നീറ്റാണ്, ഫുൾ സെറ്റായിരുന്നു. പിന്നെ നമ്മളിത് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഓരോ സംഭവങ്ങളൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ടൊക്കെ വരാമെന്ന് ഓർത്തു റിസോർട്ടിൽ തന്നെ. അപ്പം മുകളിലേക്കൊക്കെ കയറിപ്പോയി. നമ്മൾ ഏറ്റവും താഴെയുള്ള റൂം ആണ് നമുക്ക് കിട്ടിയത്. അപ്പം മുകളിലേക്ക് കുറച്ചധികം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഓഡിറ്റോറിയം അല്ല, ഒരു ലിവിങ്, അതായത് കുറച്ച് ഫംഗ്ഷൻ നടത്താൻ പറ്റുന്ന ഒരു ഏരിയ പോലെ. പിന്നെ കുറച്ച് സ്വിമ്മിംഗ് പൂൾ സെക്ഷനുണ്ട്. വലിയ ആൾക്കാർക്കും ചെറിയ ആൾക്കാർക്കും ചിൽഡ്രൻസിനുള്ള സ്വിമ്മിംഗ് പൂൾ സെക്ഷൻ സെപ്പറേറ്റ് ഉണ്ട്. പിന്നെ കുറച്ച് അപ്പാർട്ട്മെൻറ്റ് റൂംസ് ഉണ്ട്, കോട്ടേജസ് പോലെയുള്ള റൂംസ് ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് കുറച്ച് റൂംസ് ഉണ്ട്. പിന്നെ ഇവിടെ എന്ത് പരിപാടി നടക്കുന്നുണ്ട്, ഓണത്തിൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഇവിടെ ക്ലബ് അംഗങ്ങളുണ്ട്. അപ്പോൾ അവർക്കുള്ള ആ ഒരു സംഭവങ്ങളാണെന്ന് തോന്നുന്നു. പിന്നെ അതിന് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പുറകിൽ തന്നെ ഇവിടെ ഹോട്ടലുണ്ട്, അതായത് റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ തന്നെ ഒരു ഗേറ്റ് തുറന്നിട്ട് നമുക്ക് പുറത്തേക്ക് പോവുകയാണെങ്കിൽ ബാക്കിൽ തന്നെയാണ് കോവളം ബീച്ച്, മെയിൻ ബീച്ച് വരുന്നത് ഇതിൻ്റെ ബാക്കിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കിയപ്പം നടന്നു പോയപ്പം നമ്മളോർത്തു ആദ്യം വെറുതെ എന്തോ സംഭവമാണെന്ന് ഓർത്തു. പിന്നെ ബാക്കിൽ കൂടെ നടന്നു പോയപ്പം അത്യാവശ്യം നല്ലൊരു ബീച്ച് സെക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ താഴേക്ക് പോയി കുറച്ച് നേരം അവിടെ ഇരുന്നു, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അങ്ങനെ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത്. നമ്മൾ വന്ന ടൈം നല്ല ടൈമായിരുന്നു, 5 മണി 5:30 സംതിങ് ആയിട്ടുണ്ട്.
അങ്ങനെ നമ്മളതെല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് വന്നു കഴിഞ്ഞ് കുറച്ച് നേരം കൂടി ഒന്ന് റെസ്റ്റൊക്കെ ചെയ്തിട്ട് ഒരു വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഇവിടെ ലുലു അടുത്ത് തന്നെയാണ്. അപ്പോൾ ലുലുവിലേക്ക് പോയിട്ട് എന്തെങ്കിലുമൊക്കെ സ്നാക്ക് ഐറ്റംസൊക്കെ കിട്ടുമോ നോക്കാം, ഓഫറൊക്കെ കാണുമല്ലോ. പിന്നെന്താണ്, എന്തെങ്കിലുമൊക്കെ കഴിക്കാനും ഫുഡ് അവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട് വരാമെന്നൊക്കെ ഓർത്തു, അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരാമെന്ന് ഓർത്തു. അങ്ങനെ തന്നെ നമ്മൾ ഹൈവേ കൂടെ പോയപ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് ഒരു മഴ വന്നു. കുറേ നേരത്തേക്ക് മഴ പെയ്തു. പിന്നെ നമ്മൾ പെട്ടെന്ന് കോട്ടൊക്കെ ഇട്ടിട്ട് ലുലുവിലേക്ക് പോയി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തു. കാരണം അവൻ നനഞ്ഞിരിക്കുമ്പോൾ ഭയങ്കര പാടല്ലേ, അതുകൊണ്ട്. പിന്നെ നമ്മൾ അകത്തേക്ക് കയറിയപ്പോൾ എന്തെന്നില്ലാത്ത തിക്കും തിരക്കും. ആദ്യമായിട്ട് ആൾക്കാർ വരുന്നത് പോലെയാണ്. ഫുള്ളായിട്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മെയിനായിട്ടും ഓഫറും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലുലുവിൻ്റെ അത്ര ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഏകദേശം അത്ര ഉണ്ട്. പക്ഷെ അത്രയും എന്താണ് വലിയതാണെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ വലിയ കാര്യമായിട്ടുള്ള വലിയ സംഭവമാണെന്ന് തോന്നിയില്ല. നമ്മുടെ ആ ഒരു ഇത് കണ്ടിരിക്കുന്നത് കൊണ്ടായിരിക്കാം അതുപോലെയൊക്കെ തോന്നുള്ളൂ. പിന്നെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ കയറി എന്തെങ്കിലും ഫുഡ് ഐറ്റംസൊക്കെ കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി അവിടെയും നല്ല തിക്കും തിരക്കും ബഹളമായിരുന്നു. മെയിനായിട്ട് ഇന്ന് സൺഡേ ആയതുകൊണ്ട് ആ ഒരു തിരക്കും കൂടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാ നമ്മൾ ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം ഉള്ള സെക്ഷനിലേക്ക് പോയപ്പോൾ നല്ല അടിപൊളിയായിട്ട് അവിടെ ഓണത്തിൻ്റെ സെലിബ്രേഷനൊക്കെ, അതായത് ഓണമായതുകൊണ്ട് ആ ഒരു വൈബാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയോടുകൂടി അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓണവഞ്ചി എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഇവിടെ ബേക്കറി ഐറ്റംസ് പോലത്തെ സംഭവങ്ങൾ, പിന്നെ എന്തൊക്കെയോ ഒക്കെ ഓരോ ഫുഡ് സെക്ഷനിലും ഓരോ രീതിയിലും നല്ല ഫുഡ് ഐറ്റംസും ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കും കാര്യങ്ങളും അങ്ങനെയും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസ്, ചിക്കൻ നൂഡിൽസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോക്കിയപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് വാങ്ങി. ഒരു ഫുൾ ചിക്കനൊക്കെ വാങ്ങി. അവിടെ നിന്ന് നമ്മൾ തിരിച്ച് പോകാൻ ഓർത്തു. അപ്പോൾ എസ്കലേറ്ററിൽ കയറണം എന്ന് പറഞ്ഞിട്ട് ജഹാൻ വഴക്കുണ്ടാക്കിയപ്പം എസ്കലേറ്ററിൽ ഒരു 2-3 പ്രാവശ്യം കയറ്റി ഇറക്കി. എന്നിട്ട് നമ്മൾ തിരിച്ച് പോയിട്ടോ. എന്നിട്ട് എന്താണ്, പിന്നെ നമ്മൾ നേരെ പോയത് എയർപോർട്ടിലേക്ക് ഒന്ന് പോകണമായിരുന്നു, ആവശ്യമുണ്ടായിരുന്നു. അപ്പം എയർപോർട്ടിലേക്ക് പോയി നമ്മൾ. അങ്ങനെ നമ്മൾ പള്ളിയിലൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. ഭീമാ പള്ളിയിലൊക്കെ പോയി നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ റൂമിലെത്തി പിന്നെയും നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്കൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങാൻ തോന്നി. നമ്മൾ ആ പുള്ളിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് നടന്നിട്ടൊക്കെ വന്നു. നല്ല തണുപ്പാണ് കേട്ടോ, നല്ല തണുപ്പായിരുന്നു. എനിക്ക് തോന്നുന്നു ബീച്ച് സൈഡ് ആയതുകൊണ്ട് ആ ഒരു കാറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഭയങ്കര തണുപ്പായിരുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, അത് പറഞ്ഞല്ലോ. പിന്നെ എന്താണ്, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു ഡേ നമുക്ക് ചെയ്യാൻ കിട്ടിയത്. അധികം സമയമൊന്നുമില്ല, നമ്മൾ ഉച്ച ആയപ്പോഴല്ലേ വന്നത്. ഇപ്പം നാളെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താണോ പ്ലാൻ അത് അനുസരിച്ച് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുമ്പോൾ. ഡേ 2 വ്ളോഗായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മുടെ വ്ളോഗ് ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എന്തായാലും